പടം ഞാൻ അണ്ണാത്തല രജനി സാർ കൂടെ ഞാൻ വർക്ക് ചെയ്തിരുന്നു. അതിന്റെ ഹാങ് ഓവർ എനിക്ക് മാറിയിട്ടില്ല. അല്ല, കൂടെ അഭിനയിച്ചില്ല രജനി സാർ കൂടെ. അത്രയും വലിയ ഒരു ലെജൻഡ്. പിന്നെ ഒരു 50 വർഷം, 50 ഇയേഴ്സ്. അതെ അതെ അതെ. നല്ല പ്രതീക്ഷയാണ്. രജനീകാന്ത്, ലോകേഷ് കനകരാജല്ലേ, അപ്പോൾ അല്ല എന്തെങ്കിലും മാസ് മസാല നല്ല പടമായിരിക്കും. ഒരു ആക്ഷൻ ബ്ലോക്കിൽ നല്ല പടമായിരിക്കും. കൊടുത്തോ? കൂലിയാണ്. പടം കാണാൻ വന്നിരിക്കല്ലേ, കണ്ടിട്ട് പറയുന്നല്ലേ എൻ്റെ ഒരു മര്യാദ. രാവിലെ തന്നെ പോന്നു. രജനീകാന്ത് ഫാനാണ്, ലോകേഷ് കനകരാജ് ഫാനാണ്. ഒരുപാട് പ്രതീക്ഷ വെച്ച് സിനിമ കാണാൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാവും നമുക്ക് റിസൾട്ട്? ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് നമ്മൾ സിനിമ കാണാൻ വന്നു കഴിഞ്ഞാൽ റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് പ്രതീക്ഷ ഇല്ലാതെ വരുന്നു. പടം കണ്ടു കഴിഞ്ഞാൽ കൊള്ളാമെങ്കിൽ സ്വീകരിക്കാം. നമ്മൾ രജനി സാർ ഫാൻ தான். ரொம்ப സന്തോഷം. നല്ല എല്ലാ രജനീകാന്ത് പടവും നല്ല പടമാണ്, നമുക്കിഷ്ടമാണ്. നമ്മൾ രജനി ഫാനാണ്. പിന്നെ ഇതിനകത്ത് അമീർഖാനും എല്ലാവരും ഉണ്ടല്ലോ. എന്തായാലും ജയിലർ പോലെ രസമായിരിക്കും. നമ്മളെല്ലാം ആവേശത്തിലാണ്. കാരണം രജനി സാറിന്റെ ഒരു മൂവി അത് റിലീസിന് ദിവസം തന്നെ കാണുക എന്നുള്ളത് നമ്മ മലയാളികൾക്കൊരു ആവേശമാണ്. പ്രത്യേകിച്ച് വലിയൊരു കൂട്ടുകെട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. അപ്പം അത് അതെ, മലയാള താരങ്ങളും കുറെ സർപ്രൈസ് ഇനിയുണ്ട്. സൗബിന് പുറമെ സിനിമ തുടങ്ങുമ്പോൾ അറിയാം ഇനി എന്താണ് ബാക്കിയുള്ള സർപ്രൈസ് എന്ന്. എന്തായാലും ആവേശമാണ് നമ്മൾ. അതെ, ഭയങ്കര പ്രതീക്ഷയില്ല, തകർക്കും. ബാംഗ്ലൂർ ഷൂട്ടുണ്ടായിരുന്നു. അവിടെ മഴ കാരണം സെറ്റ് വർക്ക് തീരാഞ്ഞുകൊണ്ടാണ് ഈ ഭാഗ്യം കിട്ടത്. ഇന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ കാണാൻ പറ്റില്ല എന്നുള്ളൊരു, ഇങ്ങനത്തെ വലിയ സിനിമകൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് കാണാനുള്ള താല്പര്യം, എത്ര കിടിലം പടമാണെങ്കിലും പിന്നെ കുറേ സമയം കഴിഞ്ഞ് കാണുമ്പോൾ നമുക്ക് ആ എക്സൈറ്റ്മെന്റ് കിട്ടത്തില്ല. രജനി ഫാൻ എന്നുള്ള നിലയിൽ രജനി പടങ്ങളൊക്കെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണണം എന്നുള്ള തന്നെയാണ് നമ്മുടെയൊക്കെ. അതാണ് ഇത്രയും വെളുപ്പിനെ ഞങ്ങൾ കാർ ഓടിച്ച് വരുമ്പം ട്രാഫിക് സിഗ്നലിലുണ്ടായ ബ്ലോക്കുകളൊക്കെ ഞങ്ങൾ പറഞ്ഞു ഇതെല്ലാം കൂലിക്ക് പോകുന്ന ആൾക്കാരാണ്. കറക്റ്റ്. പിന്നെ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് വെളുപ്പിനെ കൂലിക്ക് പോകാൻ പറ്റിയെന്ന് പറഞ്ഞ വലിയ. ശരി, താങ്ക് യു.